നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU-ന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും സമരം തുടരാനും തീരുമാനം. ഭാരതപ്പുഴയിലെ ഞാവളിൻകടവ് തടയണയുടെ ഷട്ടർ തുറക്കാനുള്ള മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ലക്കിടി ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്കായി വെള്ളം തുറന്നുവിടാനെത്തിയ ഇറിഗേഷൻ അധികൃതരെയാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. നടപടിക്കെതിരെ ലക്കിടി ജലനിധി പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം പോലീസിനും പരാതി നൽകി. പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ കർശന പരിശോധനയുമായി നഗരസഭാ ഹെൽത്ത് വിഭാഗം. നടപടി അഴുക്കുചാലിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ മലിനജലം ഒഴുക്കിവിടുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ഹെൽത്ത് വിഭാഗം. പാലക്കാട് രാമശ്ശേരിയിലെ ക്വാറിയിൽ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. ക്വാറിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും തലയോട്ടി കണ്ടെത്തിയത് സമീപ നിവാസികൾ മീൻ പിടിക്കുന്നതിനിടെ. തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണെന്ന് കസബ പോലീസ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ സിറ്റി പോലീസ്. നാടുകടത്തിയത് തൃശൂർ ഇടക്കുന്നി വടക്കൂട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അജിത്തിനെ. വല്ലപ്പുഴ മാട്ടായയിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിലായത് വല്ലപ്പുഴ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫ. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. വാർത്തകൾ വിശദമായി. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം. ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU-ന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ശങ്കരമംഗലം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധം AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും തീരുമാനം. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയമായ പരിഷ്കരണത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധമുയർന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU-ന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ശങ്കരമംഗലം ടെസ്റ്റ് ഗ്രൗണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ജീവനക്കാർ, ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CS രവി, പട്ടാമ്പി മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, ശശികുമാർ എന്നിവർ സംസാരിച്ചു. റോഷൻ, ഷിഹാബ്, ജാഫർ എന്നിവർ നേതൃത്വം നൽകി. ഡ്രൈവിംഗ് ടെസ്റ്റിന് രാവിലെ തന്നെ നിരവധി ആളുകൾ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ സമരം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും സംഘടനകളുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഞാവളിൻകടവ് തടയണയിലെ ഷട്ടർ തുറക്കാനുള്ള ഷൊർണൂർ മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ലക്കിടി ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്കായി വെള്ളം തുറന്നുവിടാനെത്തിയ ഇറിഗേഷൻ അധികൃതർക്കെതിരെയാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ എത്തിയ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ലക്കിടിയിലെ ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്ക് കളക്ടറുടെ അനുവാദപ്രകാരമാണ് ഷൊർണൂർ ഇറിഗേഷൻ അധികൃതർ ഞാവളിൻകടവ് തടയണയിലെത്തിയത്. എന്നാൽ ഷട്ടർ തുറന്ന് അരമണിക്കൂർ കഴിഞ്ഞതും പെരിങ്ങോട്ടുകുറിശിയിലെ നാട്ടുകാർ ഇടപെട്ട് ഷട്ടർ അടയ്ക്കുകയായിരുന്നു. കുടിവെള്ളം നിലച്ച ലക്കിടിയിലെ SLEC-1 ജലനിധി പദ്ധതിയിലേക്ക് വേണ്ടിയാണ് അധികൃതരുടെ അനുമതിയോടെ ഷട്ടർ തുറന്നതെന്നും ഷട്ടർ അടച്ച നടപടിക്കെതിരെ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയതായും ലക്കിടി ജലനിധി പദ്ധതിയുടെ പ്രസിഡന്റ് കൂടിയായ രാമചന്ദ്രൻ പറഞ്ഞു. ഈ കഴിഞ്ഞ ഒരു മാസത്തോളം പുഴയിൽ വെള്ളമില്ലാതെയും 1.5 ലക്ഷം രൂപയിൽ പരം JCBക്കും ഇറ്റാച്ചിക്കും ചെലവാക്കി ഇതുവരെ കുടിവെള്ളം നൽകി വന്നിരുന്നത്. തൊട്ട് മുകളിലുള്ള ഞങ്ങളുടെ ലക്കിടി തടയേണ്ട തൊട്ട് മുകളിലുള്ള ഞാവളിൻകടവിൽ തടയണയിൽ മൂലത്തറയും ആളിയാറും തുറന്ന വെള്ളം അവിടെ നിറഞ്ഞു നിൽപ്പാണ്. അവിടുന്ന് മറ്റ് ചില പഞ്ചായത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ആ ഷട്ടർ തുറക്കാത്തതിൻ്റെ പേരിൽ ഇവിടെ വെള്ളം ഒരു തുള്ളി പോലും ഇല്ലാതെ കലക്ടർക്ക് പരാതി അയക്കുകയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നിരന്തരം അയക്കുകയും വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് കലക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് രണ്ട് ഷട്ടർ പകുതി തുറന്നു വെക്കുകയും ആ വെള്ളം അത് തുടർന്ന് കിട്ടിയതാണെങ്കിൽ ഇന്നേക്ക് ലക്കിടി തടയണയിലേക്ക് വെള്ളം എത്തുമായിരുന്നു. മങ്കര, പെരിങ്ങോട്ടുകുറിശി, മണ്ണൂർ, ലക്കിടിയിലെ ഒരു ഭാഗമടക്കം 4 പഞ്ചായത്തുകളിലേക്കാണ് ഞാവളിൻകടവിലെ തടയണയിൽ നിന്ന് ജലവിതരണം നടത്തുന്നത്. 2 ആഴ്ചയോളം വെള്ളമില്ലാതെ കുടിവെള്ള പദ്ധതികളെല്ലാം തന്നെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോഴാണ് ആളിയാർ ഡാം തുറന്ന് വെള്ളം എത്തിയത്.
ഇനിയും 2.5 അടി കൂടി ഉയർന്നാലേ നിറയൂ എന്ന അവസ്ഥയാണ്. 4 പഞ്ചായത്തുകളുടെ പദ്ധതികളും നിർത്താതെ പ്രവർത്തിച്ചാൽ 2 ആഴ്ചയ്ക്കുള്ള വെള്ളം മാത്രമേ ഉണ്ടാകൂ. നിലവിൽ ഇവിടെ നിന്നും വെള്ളം തുറന്നാൽ വെള്ളം ലക്കിടിയിലേക്ക് പോലും എത്തില്ല. അതിനിടെ ഇവിടെയുള്ള വെള്ളവും കുറയും. ഭവാനിപ്പുഴ തുറന്നതായി അറിയാൻ കഴിഞ്ഞെന്നും അവിടെ നിന്ന് വെള്ളം എത്തിയാൽ ഷട്ടർ തുറന്നോട്ടെ എന്നുമാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. 6 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഭവാനിപ്പുഴയിലെ ജലം തുറന്നിട്ടുണ്ടെന്ന് ഷൊർണൂർ ഇറിഗേഷൻ അധികൃതരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പിയിൽ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ കർശന പരിശോധനയുമായി നഗരസഭ ഹെൽത്ത് വിഭാഗം. അഴുക്കുചാലിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഹെൽത്ത് വിഭാഗം വ്യക്തമാക്കി. പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ടാണ് നഗരസഭ ഹെൽത്ത് സ്ക്വാഡ് പരിശോധന നടത്തിയത്. അഴുക്കുചാലിന്റെ സ്ലാബ് ഇളക്കി മാറ്റിയായിരുന്നു പരിശോധന നടത്തിയത്. ഇത്തരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള പല സ്ഥാപനങ്ങളുടെയും മുൻവശത്തെ സ്ലാബുകൾ ഇളക്കി മാറ്റി പരിശോധന നടത്തി. മലിനജലം ഒഴുക്കിവിടുന്നത് മൂലം ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തിയത്. ചില കടകൾ മലിനജലം ഒഴുക്കിവിടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ പറഞ്ഞു. നഗരസഭയിലെ ടൗൺ പ്രദേശങ്ങളിലെ ചാലുകളിൽ മലിനജലം ഒഴുക്കിവിടുന്നതായും അതുപോലെ തന്നെ നല്ല സ്മെല്ലുള്ളതായി പരാതി ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ ഞങ്ങളൊന്ന് ഗാന്ധിപ്രതിക്ക് സമീപം ഉള്ള ചാല് പരിശോധിക്കുകയാണ്. ചാലിൽ മലിനജലം ഒഴുക്കിവിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒഴുക്കിവിടുന്ന സാധനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ്. നഗരപരിധിയിൽ വിവിധ ചാലുകളിലും നമ്മൾ തുടർ പരിശോധന നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അതുപോലെ തന്നെ സ്ഥാപന അടച്ചുപൂർ അടക്കമുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. ഈ പരിശോധന നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സംഗീത സംഘദാസ്, ശ്രീമതി സാഹിറ എന്നിവർ പങ്കെടുക്കും. അതുപോലെ തന്നെ ശുചീകരണ ജീവനക്കാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ PV സുബ്രഹ്മണ്യൻ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ സംഗീത ശങ്കർദാസ്, വാഹിദ എന്നിവർക്ക് പുറമെ ശുചീകരണ തൊഴിലാളികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് രാമശ്ശേരിയിലെ ക്വാറിയിൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. ക്വാറിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് തലയോട്ടി കണ്ടെത്തിയത്. കസബ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ ദുരൂഹത നീങ്ങാൻ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് പറഞ്ഞു. ക്വാറിയിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു തലയോട്ടി കണ്ടത്. സമീപത്തെ നിരവധി പേർ കുളിക്കാൻ ആശ്രയിക്കുന്നത് ഈ ക്വാറിയെയാണ്. മീൻ പിടിക്കാനെത്തിയ കുട്ടികളും സമീപവാസിയുമായ ഗോപാലനാണ് തലയോട്ടി ആദ്യം കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് കസബ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മുമ്പ് കണ്ടതായിരുന്നു. അപ്പോൾ നമ്മുടെ മെമ്പർമാരിന് അറിയിച്ചു. ഇന്നലെ പോലീസിൽ അറിയിച്ചു. ഇന്നലെ 6:30 ആകുമ്പോൾ പോലീസിലെത്തി. ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം നേരം വെള്ളത്തിലായിരുന്നു നേരത്തെ കിടന്നത്. ഇപ്പോൾ ഇവിടെ വീട്ടിലൊക്കെ കിടക്കുന്നത്. പിറ്റേ ദിവസം കുളിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കിടക്കാൻ കണ്ടത്. ആദ്യം വെള്ളത്തിലായിരുന്നു. തലയോട്ടിയുടെ ലിംഗം, പഴക്കം എന്നിവ അറിയാൻ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണെന്ന് പോലീസ് പറഞ്ഞു. തലയോട്ടി എങ്ങനെ ക്വാറിയിൽ എത്തിയെന്ന ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണ്. ശരീരത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങൾ ക്വാറിയിലോ സമീപത്തോ കുളങ്ങളിലോ ഉണ്ടോ എന്നറിയാനായി മുങ്ങൽ വിദഗ്ധരുടെ സേവനം തേടുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. തൃശൂർ ഇടക്കുന്നി പുലരി നഗർ സ്വദേശിയായ വടക്കൂട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അച്ചു എന്ന അജിത്തിനെയാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ നൽകിയ ശുപാർശയിൽ തൃശൂർ DIG അജിത ബീഗം 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ നിന്ന് നാടുകടത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അജിത് പ്രതിയായ 6ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നും കാറിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന കേസിൽ പ്രതികൾക്ക് 15 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. ശിക്ഷ വിധിച്ചത് പാലക്കാട് 2nd അഡീഷണൽ സെഷൻസ് ജഡ്ജ് സ്മിത ജോർജ്. കേസിൽ 1-ാം പ്രതി പാലക്കാട് ചിറ്റൂർ താലൂക്കിൽ എലപ്പുള്ളി സ്വദേശി ശ്രീനിലയം വീട്ടിൽ 47 വയസ്സുകാരൻ ശിവകുമാർ, 2-ാം പ്രതി തൃശൂർ കൂർക്കഞ്ചേരി സ്വദേശി 36 വയസ്സുകാരൻ കുഞ്ഞുമോൻ, 3-ാം പ്രതി പട്ടാമ്പി ആനക്കര സ്വദേശി 43 വയസ്സുകാരൻ രാജേഷ്, 4-ാം പ്രതി തൃശൂർ കണിമംഗലം സ്വദേശി മണത്ത് വീട്ടിൽ 30 വയസ്സുകാരൻ അമർജിത്ത് എന്നിവരെയാണ് കോടതി ശിക്ഷ വിധിച്ചത്. 2022 ആലത്തൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണവും അന്തിമ റിപ്പോർട്ട് സമർപ്പണവും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ M രാകേഷാണ് നിർവഹിച്ചത്. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ P അനിലും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KM മനോജ് കുമാറും NDPS സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീനാഥ് വേണുവും ഹാജരായി. പ്രോസിക്യൂഷനു വേണ്ടി 15 സാക്ഷികളെ വിസ്തരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാഹിത്യ അക്കാദമി സെമിനാറും പുസ്തക പ്രകാശനവും സംഘടിപ്പിക്കും. മെയ് 4-ന് ശനിയാഴ്ച കേരള സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ്. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേരള സാഹിത്യ അക്കാദമി സെമിനാറും പുസ്തക പ്രകാശനവും സംഘടിപ്പിക്കുക. മെയ് 4-ന് ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ തൃശൂരിലെ കേരള സാഹിത്യ അക്കാദമി ഹാളിലാണ് ചടങ്ങ്. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ ഉദ്ഘാടനം ചെയ്യും. കവി കെ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ സാറ ജോസഫ്, MP അബ്ദുൽ സമദാനി, ഷൗക്കത്ത്, അശോകൻ ചെരുവിൽ, ഡോക്ടർ ഖദീജ മുംദാസ്, KP രാമനുണ്ണി, ഡോക്ടർ MA സിദ്ദിഖ് എന്നിവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആത്യന്തികമായി മൂല്യത്തിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ തലത്തിൽ എല്ലാ മതങ്ങളും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ആ സത്യം വിളംബരം ചെയ്യുകയായിരുന്നു ആ സർവമത സമ്മേളനം ചെയ്തത്. അതിനിപ്പോൾ 1924 അത് നടന്നത്. 2024 100 വർഷം തികയുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ശതാബ്ദി ആഘോഷം എന്ന നിലയ്ക്ക് ഒരു ദിവസത്തെ ഒരു പരിപാടി കേരള സാഹിത്യ അക്കാദമി ആവിഷ്കരിച്ചിട്ടുണ്ട്. 4-ാം തീയതി 10 മണിക്ക് ആരംഭിച്ച് 4 മണിക്ക് അവസാനിക്കാവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അതിൻ്റെ പ്ലാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. BJP വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MA രാജു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ മാസങ്ങളിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഈ ഭരണസമിതി അതിനു വേണ്ടുന്ന യാതൊരുവിധ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പഞ്ചായത്തിലെ അതുപോലെ മറ്റു പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകളും ഇന്ന് ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി കുടിവെള്ള പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് നടന്ന പ്രതിഷേധ ധർണയിൽ സ്ത്രീകൾ കയ്യിൽ കാലിക്കുടങ്ങളുമായി എത്തിയാണ് ധർണയുടെ ഭാഗമായത്. ചെറുതുരുത്തിയിലെ BJP ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥ പഞ്ചായത്തിന് മുന്നിൽ വെച്ച് ചെറുതുരുത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണയിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രഭിത നന്ദകുമാർ അധ്യക്ഷയായി. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് VC ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് KT ബാബു, BJP മെമ്പർ രാജീവ് സോന, മണ്ഡലം ജനറൽ സെക്രട്ടറി ജമീല, സെക്രട്ടറി PG രതീഷ്, രാജേഷ് കുമാർ, നാരായണൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച ധന്വന്തരി സെന്ററായ പാലക്കാട് മെഡിക്കെയേഴ്സിൽ സൂപ്രണ്ടും അസിസ്റ്റന്റ് സൂപ്രണ്ടും അഴിമതി നടത്തുന്നുണ്ടെന്ന ആരോപണവുമായി ധന്വന്തരി സേവ് സംഘം. ഇവരുടെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പാലക്കാട് മെഡിക്കെയേഴ്സ് മെഡിക്കൽ ഷോപ്പുകളിൽ ജീവനക്കാർക്ക് മേലധികാരികളിൽ നിന്ന് നിരന്തരം പീഡനമേൽക്കുന്നുണ്ട്. മെഡിക്കെയേഴ്സിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. ഭരണത്തിന്റെയും രാഷ്ട്രീയ സ്വാധീനത്തിന്റെയും മറവിലാണ് മെഡിക്കെയേഴ്സിൽ കൊള്ളയും തൊഴിലാളി ദ്രോഹവും നടക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കെയേഴ്സ് നടത്തുന്ന കംഫർട്ട് സ്റ്റേഷന്റെ മറവിൽ വ്യാപകമായ അഴിമതിയാണ് അസിസ്റ്റന്റ് സൂപ്രണ്ട് നടത്തിവരുന്നത്. ഇത് സംബന്ധിച്ച് നൽകിയ നിവേദനങ്ങളിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം മെയ് 15 മുതൽ കളക്ടറേറ്റിന് മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കും SC/ST സംരക്ഷണ മുന്നണി ചീഫ് കോർഡിനേറ്റർ VS രാധാകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതിനെ മാറ്റുന്നതിന് വേണ്ടി ഇവരുടെ ഓഫീസിന്റെ റിസപ്ഷൻ റൂം ഒന്ന് അറേഞ്ച് ചെയ്ത് 8 ലക്ഷം രൂപയാണ് അടുക്കി മാറ്റിയേക്കണം. 2 ലക്ഷം രൂപ നിങ്ങൾ അവിടെ തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ട് മെഡിക്കെയേഴ്സിന്റെ. മാസം കുഴി തോണ്ടാൻ വേണ്ടി മാത്രം 30,000 രൂപയാണ് ഈ മാണിക്കൻ ഭീഷണിപ്പെടുത്തിയാൽ വേണ്ടിയിട്ടുള്ള ഒരു കരിക്കണക്കൂട്ട. പിന്നെ ആദിവാസി മേഖലയിലും അവിടെ ഇവിടെ പറഞ്ഞിട്ട് മെഡിക്കൽ ക്യാമ്പുകളുടെ ഒരു പ്രളയം. കൊണ്ടുപോകുന്ന മെഡിസിന് കണക്കില്ല, തിരിച്ചു കൊണ്ടുവന്ന മെഡിസിന് കണക്കില്ല. ഇതിനു വേണ്ടിയിട്ട് കക്ഷിയുടെ പേരിൽ തന്നെ വൗച്ചർ എഴുതി ചെക്ക് മാറിയെടുക്കുക തുടങ്ങി വ്യാപകമായിട്ടുള്ള അഴിമതി. കേരളത്തിലെ മറ്റെല്ലാ ജില്ലകളിലെയും ധന്വന്തരി സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 വയസ്സാണെന്നിരിക്കെ പാലക്കാട് മെഡിക്കെയേഴ്സ് ജീവനക്കാരുടെ പെൻഷൻ പ്രായം 60 വയസ്സായി നിജപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് ചെയർമാൻ വിജയൻ അമ്പലക്കാട്, പാലക്കാട് ജില്ലാ സെക്രട്ടറി A രവീന്ദ്രൻ, NAPM സംസ്ഥാന കൺവീനർ വിളയോടി വേണുഗോപാൽ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലം തലശ്ശേരി ബനാത്ത് യതീംഖാനയിലെ 4ഓളം പെൺകുട്ടികളുടെ വിവാഹ ചടങ്ങുകൾ നടന്നു. വിവാഹ ചടങ്ങുകൾക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം വഹിച്ചു.
വ്യാഴാഴ്ച ബനാത്ത് യത്തീംഖാനയിൽ നടന്ന ചടങ്ങിൽ ഇവിടെ നിന്നും വിവാഹം കഴിഞ്ഞു പോകുന്ന 183ാമത്തെ പെൺകുട്ടിയുടെ വിവാഹത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. യത്തീംഖാന അങ്കണത്തിൽ വെച്ച് നടന്ന നിക്കാഹ് കർമ്മത്തിനു ശേഷം സംഘടിപ്പിച്ച പൊതുപരിപാടി SYS സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഓണപ്പിള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. അവരിന്നേവരെ കാണാത്ത പുരുഷന്മാരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്ന പോലെ ആ സ്ത്രീകൾ നേടിയത്, ആ സ്ത്രീകൾ വാങ്ങുന്നത് പുരുഷന്മാരായ നിങ്ങളുടെ കൈകളിൽ നിന്നൊരു കരാറാണ്, ജീവിതത്തിന്റെ കരാറാണ്. അതുവരെ ഉണ്ടായിരുന്ന മറ്റൊരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇനി എന്നെ താങ്ങാനും തണലാകാനുമെല്ലാം നിങ്ങൾ ഉണ്ടാകണം എന്ന് പറയുന്ന കരാർ അവർ വാങ്ങുകയാണ്. യത്തീംഖാന വർക്കിംഗ് പ്രസിഡന്റ് PTP ഹാജി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. രമ്യ ഹരിദാസ് MP മുഖ്യാതിഥിയായി. ബഷീർ ഫൈസി ദേശമംഗലം, CS അലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ PS ലക്ഷ്മണൻ, KA ഇബ്രാഹിം, നസീറ സുധീർ, MPA തങ്ങൾ, KM മുഹമ്മദ്, ഏന്തിൻകുട്ടി ഹാജി, TM ഉമ്മർ, TK മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യത്തീംഖാന മാനേജർ TP ഹംസ സ്വാഗതവും സെക്രട്ടറി TM ഹംസ മാസ്റ്റർ നന്ദിയും അറിയിച്ചു. 1993 കേവലം 7 കുട്ടികളുമായി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സ്ഥാപന പ്രസിഡന്റ് ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 100-ലധികം പെൺകുട്ടികളെ സംരക്ഷിച്ചു പോരുന്നു. ഇവർക്ക് വേണ്ട വിദ്യാഭ്യാസവും ഇവിടെ നിന്ന് നൽകുന്നുണ്ട്. ഇതുകൂടാതെ 4 വർഷത്തോളമായി സമസ്തയുടെ കീഴിൽ ഫാളില മാതൃകയിലുള്ള +1 ഡിഗ്രി കോഴ്സും നടത്തിവരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൈങ്കുളം വാഴാലിപ്പാടം മൂരിയിൽപ്പടി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം. നടപടി STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്ന്. പ്രദേശത്തെ പമ്പ് ഹൗസിൽ ജലലഭ്യതക്കുറവ് മൂലം പമ്പിംഗ് പൂർണ്ണതോതിൽ ഉണ്ടാവില്ലെന്നും വരും ദിവസങ്ങളിൽ മലമ്പുഴ ഡാമിലെ വെള്ളമോ മഴയോ ലഭിച്ചില്ലെങ്കിൽ പൂർണ്ണമായും കുടിവെള്ള വിതരണം നിർത്തേണ്ടിവരുമെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത്. കുടിവെള്ളമില്ലാതെ വലയുന്ന ജനങ്ങളുടെ ദുരിതമറിഞ്ഞ് STV ന്യൂസ് നൽകിയ വാർത്തയെ തുടർന്നാണ് ജലസ്രോതസ്സിൽ നിന്നും JCB ഉപയോഗിച്ച് ചാലുകീറി വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അധികൃതർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതോടെ പമ്പ് ഹൗസിൽ നിന്ന് ജനങ്ങൾക്ക് യഥേഷ്ടം ജലം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് പാഞ്ഞാൾ ചേലക്കര പഞ്ചായത്തിലെ ജനങ്ങൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം നഗരസഭയിൽ ഗുരുവായൂർ ഊർജ്ജമിത്രയും ഒറ്റപ്പാലം KSEBയും സംയുക്തമായി ഊർജ്ജകിരൺ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി ഉദ്ഘാടനം ചെയ്തു. കൃഷി കാലാകാലങ്ങളിൽ ചെയ്യേണ്ട നമ്മുടെ ആറ്റുനിലകളൊക്കെ മാറി, കൃഷി മഴയില്ല, ഒരു തരത്തിലും ഒരു കൃഷിയും ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. ഏതെങ്കിലും കൃഷി ഇപ്പോൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത് ചൂടുകൊണ്ട് കരിഞ്ഞു പോകും. നനഞ്ഞാലും നമ്മൾ നനച്ചാലും അത് അതിൻ്റെ ഉഷാറ് കുറയുന്നുണ്ട്. ചൂട് കൂടുതൽ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. ആളുകൾ തന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. വന്നപ്പോൾ കോവിഡ് വന്ന് നമ്മളെ കുറേ അകത്തിരുന്നപ്പോൾ നമുക്ക് പിന്നീട് കുറച്ച് പ്രയാസങ്ങളുണ്ടായില്ല. എല്ലാത്തിനും വിലയ്ക്ക് കൂടി സാധനങ്ങൾ കിട്ടാൻ കുറയും. അതേപോലെ തന്നെ ഈ ചൂട് കൂടുന്നത്. പക്ഷെ ആ ചൂടിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ചൂടിന് കറണ്ട് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സ്ഥിരം സമിതി ചെയർമാൻ K അബ്ദുൽ നാസർ അധ്യക്ഷനായി. പ്രകൃതിക്കിണങ്ങുന്ന ഊർജ്ജ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് ഗുരുവായൂർ ഊർജ്ജമിത്ര സംരംഭകൻ AA വസന്തൻ ക്ലാസ് എടുത്തു. നഗരസഭാ കൗൺസിലർമാരായ AC പുഷ്പലത, സബിത, മണികണ്ഠൻ, M അക്ബർ അലി, P കല്യാണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രശസ്ത മേളവിദ്വാൻ കിള്ളിമംഗലം ഗോപിയുടെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഹാളിൽ നടന്ന പരിപാടി മേളവിദ്വാൻ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കിള്ളിമംഗലം പ്രദേശത്തായിരുന്നു ഒരു കലാകാരൻ അറിയപ്പെട്ടതായിട്ട് എനിക്കറിയില്ല. കിള്ളിമംഗലം വാസുദേവൻ അദ്ദേഹം കഥകളി സംഘാടകനാണ് അല്ലെങ്കിൽ ആസ്വാദകനോ എന്തൊക്കെയാണ്. അതല്ലാതെ ഒരു കലാകാരൻ നമ്മുടെ ഈ തലപ്പിള്ളി താലൂക്കിന്റെ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് അങ്ങനെ ആവിർഭവിച്ച് രംഗത്ത് പതുക്കെ കൊട്ടി 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 നിലയുറപ്പിച്ച ഒരാളാണ്. പതുക്കെ കൊട്ടിയത് ഇടത്തെ അറ്റത്ത് നിന്ന് തുടങ്ങി 2ാമനായി 3ാമനായി 4ാമനായി പ്രമാണിയുടെ ഇടത്തായി വലത്തായി അവസാന പ്രമാണിയായി അങ്ങനെ വന്നിട്ടൊരു കലാകാരനായിരുന്നു കിള്ളിമംഗലം മുരളി. കിള്ളിമംഗലം മുരളിയുടെ ശിഷ്യന്മാരും കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയ സ്മരണാഞ്ജലിയിൽ പ്രശസ്ത ഇലത്താള കലാകാരൻ പ്ലാക്കോട് മാധവൻകുട്ടി അധ്യക്ഷനായി. തായമ്പക വിദ്വാൻ ചുഗപുരം രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊമ്പ് കലാകാരൻ വരവൂർ കണ്ണൻ എന്ന കലാകാരന് ധനസഹായം നൽകുകയും മൊമന്റോയും പൊന്നാടിയും അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. പാഞ്ഞാൾ വേലുക്കുട്ടി, വരവൂർ രാമചന്ദ്രൻ, കിള്ളിമംഗലം ശേഖരൻ, കൈലിയാട് ബാബു, AK രവി എന്നിവർ സംസാരിച്ചു. കൂനത്തറ രാമചന്ദ്രൻ സ്വാഗതവും കിള്ളിമംഗലം പ്രിയേഷ് നന്ദിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
ദേശീയപാത തൃശൂർ കൊളത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ ലോറിക്ക് പുറകിലിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. മൂക്കാട്ടുപുര സ്വദേശികളായ 64 വയസ്സുള്ള ജോസഫ്, 56 വയസ്സുള്ള ക്രിസ്റ്റി, 46 വയസ്സുള്ള നിഷ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 8:30യോടെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് മുന്നിൽ പോരുന്ന ലോറിക്ക് പുറകിൽ ഇടിച്ചത്. കാറിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും കൊടകര പോലീസും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു. 3 ദിവസങ്ങളിലായി നടന്ന ലക്കിടി മാരിയമ്മൻ കോവിൽ പൂജാ മഹോത്സവത്തിന് സമാപനമായി. 100 കണക്കിന് ഭക്തജനങ്ങളാണ് പൂജാ മഹോത്സവത്തിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാത്രി ഭാരതപ്പുഴയിൽ നിന്നും മേളത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ദീപാരാധന, തായമ്പക, ബുധനാഴ്ച രാവിലെ മാവിളക്ക് എഴുന്നള്ളിപ്പ്, വൈകിട്ട് പൊങ്കൽ പൂജ, തുടർന്ന് തമ്പോലവും തെയ്യാട്ടവും ഉണ്ടായി. വ്യാഴാഴ്ച രാത്രി പൂജ, മഞ്ഞൾ നീരാട്ട്, അമ്മൻകുംഭം, ഭാരതപ്പുഴയിൽ ഒടുക്കലോടെയാണ് പരിപാടികൾക്ക് സമാപനമായത്. ഒന്നാം പ്രതിഷ്ഠ ദിന മഹോത്സവത്തിന് കണ്ണൂർ കന്നമ്പക്ക ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും എഴുന്നള്ളിപ്പോടുകൂടി പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്നും നാളെയുമായി ക്ഷേത്രസന്നിധിയിൽ പൂജാതി കർമ്മങ്ങൾക്ക് തുടക്കമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാറിടിച്ച് പരിക്കേറ്റ ഒറ്റപ്പാലം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. മങ്കര ചെവിരിയിൽ പരേതനായ വെള്ളമകൻ CV ശങ്കരൻ ആണ് മരിച്ചത്. 89 വയസ്സായിരുന്നു. ഏപ്രിൽ 22-ന് മങ്കര പെട്രോൾ പമ്പിന് മുൻവശത്ത് വെച്ചായിരുന്നു അപകടം നടന്നത്. ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായി ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. തൃശൂർ കരുവന്നൂർ സ്വദേശി 68 വയസ്സുകാരൻ പവിത്രനാണ് മരിച്ചത്. ഏപ്രിൽ 2-ന് ഉച്ചയ്ക്ക് 12-ഓടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിൽ പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു. റോഡരികിലെ കല്ലിൽ തലയിടിച്ച് വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിലിടിച്ചതായും പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല. അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടിയിൽ നിന്ന് അച്ഛനെ തള്ളിയിട്ടത്. എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്തോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ വീണ വഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു. ആ റോട്ടിൽ കല്ലിൽ പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത്. പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇക്കഴിഞ്ഞ 14-ന് എറണാകുളം അമൃത ആശുപത്രിയിലേക്കും മാറ്റി. അവിടെ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ തടഞ്ഞുവെച്ച് ഇരിഞ്ഞാലക്കുട പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസ് എത്തി കണ്ടക്ടറെയും ബസ്സും കസ്റ്റഡിയിലെടുത്തിരുന്നു. പവിത്രൻ മരിച്ചതോടെ കണ്ടക്ടർക്കെതിരെ കൊലക്കുറ്റം ചുമത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. പട്ടാമ്പി താലൂക്കിലെ വല്ലപ്പുഴ വില്ലേജിൽ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫയെയാണ് പട്ടാമ്പി എക്സൈസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പ്രതിയിൽ നിന്ന് 7 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും വിൽപ്പന നടത്തുന്നതിനായി മദ്യം സൂക്ഷിച്ചുവെച്ച ഹീറോ ഡെസ്റ്റിനി സ്കൂട്ടറും പോലീസ് പിടികൂടി. പ്രതി മുസ്തഫ വളരെ കാലമായി നിയമത്തെ വെല്ലുവിളിച്ച് മദ്യക്കച്ചവടം നടത്തിവരികയായിരുന്നു. പട്ടാമ്പി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പട്ടാമ്പി എക്സൈസ് റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത്, സ്റ്റാലിൻ സ്റ്റീഫൻ, സിവിൽ എക്സൈസ് ഡ്രൈവർ ഷാജിർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി അവതരിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ കലാകാരി മരിച്ചു. അരിമ്പൂർ തണ്ടാശ്ശേരി ജയരാജിന്റെ ഭാര്യ 67 വയസ്സുകാരി സതിയാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രി 9 മണിക്ക് കൂട്ടാലെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്കിടെയായിരുന്നു സംഭവം. 11 പേരടങ്ങിയ കൈകൊട്ടിക്കളി സംഘത്തോടൊപ്പമാണ് സതി എത്തിയത്. കളി തുടങ്ങി ഏതാനും സമയം കഴിഞ്ഞപ്പോൾ സതി കുഴഞ്ഞു വീഴുകയായിരുന്നു. കൂടെയുള്ളവർ ചേർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർ അറിയിച്ചു. വയോജനങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനായി പ്രവർത്തിക്കുന്ന അരിമ്പൂരിലെ സുമിത്ര ഭവനിലെ അംഗമാണ് സതി.
67-ാം വയസ്സിലും ചുറുചുറുക്കോടെ നൃത്തവും പാട്ടുമായി കൂടെയുള്ള അംഗങ്ങൾക്കൊപ്പം വാർദ്ധക്യകാലം കലാപരമായ കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. സുമിത്ര ക്ലബ് അംഗങ്ങളുടെ കൈകൊട്ടിക്കളിയിലും 60+ മ്യൂസിക് ക്ലബിലും നിറസാന്നിധ്യമായിരുന്നു സതി. സംസ്കാരം വ്യാഴാഴ്ച വടൂക്കര ശ്മശാനത്തിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളശ്ശേരിയിൽ കിണറിൽ അകപ്പെട്ട പൂച്ചയെ രക്ഷിക്കാനിറങ്ങിയ ആൾ അബോധാവസ്ഥയിൽ കിണറിൽ കുരുങ്ങി. തടുക്കശ്ശേരി സ്വദേശിയായ കൂട്ടപുര കുട്ടനാണ് പൂച്ചയെ രക്ഷിക്കാനിറങ്ങി കിണറിനകത്ത് ബോധരഹിതനായത്. തടുക്കുശ്ശേരി വാര്യത്തുപറമ്പിൽ ഷാജിയുടെ 14 കുൽ താഴ്ചയുള്ള കിണറിലാണ് ബുധനാഴ്ച വൈകിട്ട് പൂച്ച അകപ്പെട്ടത്. സംഭവം അറിഞ്ഞ ഒടുവിൽ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ രവീന്ദ്രൻ കേരളശ്ശേരി കിണറിലിറങ്ങി കുട്ടന് പ്രാഥമിക ചികിത്സ നൽകുകയായിരുന്നു. ഇതിനകം കോങ്ങാട് നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി വലയിറക്കി ഇവരെ കരയ്ക്കെത്തിച്ചു. ഓക്സിജന്റെ അളവ് കുറവായിരുന്നതാണ് അബോധാവസ്ഥയിലായത്. കുട്ടനെ പത്രിപ്പാല സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. കിണറിലകപ്പെട്ട കുട്ടന്റെ ജീവൻ രക്ഷിക്കാനായുള്ള ശ്രമം നടത്തിയ രവീന്ദ്രനെ പ്രദേശവാസികൾ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കല്ലൂർ പറപ്പളക്കുന്ന് ഇളയ ഭഗവതി കുഞ്ഞമുത്തപ്പൻ ക്ഷേത്രത്തിലെ 1ാം പ്രതിഷ്ഠാദിന മഹോത്സവം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് നേരളുമന രാജേഷ് എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിൽ ബുധനാഴ്ച വൈകിട്ട് കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 200-ലേറെ വനിതകൾ പങ്കെടുത്ത കുംഭം എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് രാത്രി ക്ഷേത്രാങ്കണത്തിൽ കലാപരിപാടികളും ഉണ്ടായി. വ്യാഴാഴ്ച രാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമവും തുടർന്ന് വിശേഷാൽ പൂജകളും നടന്നു. ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കാത്തിരിപ്പ് കേന്ദ്രമില്ല. ഉഷ്ണതരംഗത്തിൽ തളർന്ന് ബസ് യാത്രക്കാർ. കോട്ടായി, പെരിങ്ങോട്ടുകുറിശി പ്രദേശങ്ങളിലാണ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലില്ലാതെ യാത്രക്കാർ പ്രധാനമായും വലയുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തത് മൂലം ഉഷ്ണതരംഗത്തിലും വെയിലേറ്റ് തളർന്ന് ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ എത്താറുള്ള കോട്ടായി സെന്ററിൽ കത്തുന്ന വെയിലിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ ദുരിതം നിത്യകാഴ്ചയാണ്. വെയിൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും സൂര്യതാപം സൂക്ഷിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യവകുപ്പും നിരന്തരം ബോധവൽക്കരണം നടത്തുമ്പോഴും ബസ് യാത്രക്കാരെ പൊള്ളുന്ന വെയിലിൽ നിർത്തുന്ന നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. പെരിങ്ങോട്ടുകുറിശിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ടെങ്കിലും ബസ്സുകൾ നിർത്തുന്നത് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തിടത്താണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. AITUC പ്രീകോട്ട് എ യൂണിയന്റെ 51ാം വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. യോഗം AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലാ ടെക്സ്റ്റൈൽ ലേബർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. സലിമോൻ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CPI മലമ്പുഴ മണ്ഡലം സെക്രട്ടറി TV വിജയൻ, CPI LC സെക്രട്ടറി V ഭാസ്കരൻ, AITUC മേഖലാ പ്രസിഡന്റ് വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു. കാജ ഹുസൈൻ സ്വാഗതവും സ്വാമിനാഥൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കാജ ഹുസൈനെയും സെക്രട്ടറിയായി സലിമോനെയും S രാമദാസ്, A സ്വാമിനാഥൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും രാജ്കുമാർ, KG സന്തോഷ് കുമാർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും C സുരേഷിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉയർന്ന താപനില തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിൽ ഇളവുകളോടെ മെയ് 6 വരെ നിയന്ത്രണങ്ങൾ തുടരാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രൈവിംഗ് ടെസ്റ്റിൽ നടപ്പാക്കുന്ന അശാസ്ത്രീയ പരിഷ്കരണത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഡ്രൈവിംഗ് ടെസ്റ്റ് അനിശ്ചിതകാലത്തേക്ക് ബഹിഷ്കരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ CITU-ന്റെ ആഭിമുഖ്യത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ. ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കുന്നതുവരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംഘടനകളും സമരം തുടരാനും തീരുമാനം. ഭാരതപ്പുഴയിലെ ഞാവളിൻകടവ് തടയണയുടെ ഷട്ടർ തുറക്കാനുള്ള മൈനർ ഇറിഗേഷൻ അധികൃതരുടെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ലക്കിടി ജലനിധി പദ്ധതി പ്രവർത്തിക്കുന്ന തടയണയിലേക്കായി വെള്ളം തുറന്നുവിടാനെത്തിയ ഇറിഗേഷൻ അധികൃതരെയാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. നടപടിക്കെതിരെ ലക്കിടി ജലനിധി പ്രസിഡന്റ് ജില്ലാ കളക്ടർക്കും ഒറ്റപ്പാലം പോലീസിനും പരാതി നൽകി. പട്ടാമ്പിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്നതിനെതിരെ കർശന പരിശോധനയുമായി നഗരസഭാ ഹെൽത്ത് വിഭാഗം. നടപടി അഴുക്കുചാലിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ചില വ്യാപാര സ്ഥാപനങ്ങൾ മലിനജലം ഒഴുക്കിവിടുന്നതായി പരിശോധനയിൽ കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ഹെൽത്ത് വിഭാഗം. പാലക്കാട് രാമശ്ശേരിയിലെ ക്വാറിയിൽ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. ക്വാറിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും തലയോട്ടി കണ്ടെത്തിയത് സമീപ നിവാസികൾ മീൻ പിടിക്കുന്നതിനിടെ. തലയോട്ടി കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണെന്ന് കസബ പോലീസ്.
നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി തൃശൂർ സിറ്റി പോലീസ്. നാടുകടത്തിയത് തൃശൂർ ഇടക്കുന്നി വടക്കൂട്ട് വീട്ടിൽ 26 വയസ്സുകാരൻ അജിത്തിനെ. വല്ലപ്പുഴ മാട്ടായയിൽ വിദേശ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് വല്ലപ്പുഴ മാട്ടായ ദേശത്ത് പുളിക്കൽ വീട്ടിൽ ഹംസ മകൻ മുസ്തഫ. പ്രതിയെ പിടികൂടിയത് പട്ടാമ്പി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.